ഹലോ രത്തൻ ഭായ്, നമ്മുടെ ഈ ഡീൽ നടക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ട് വരുന്ന വഴിയാ. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നു. ആ ഡോൺ പ്രശ്നമുണ്ടാക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. താങ്ക് ഗോഡ് അവനെ ഈ ഭാഗത്തേക്ക് എങ്ങും കണ്ടില്ല. ഇനി നമ്മൾ കോടിപതികളല്ലേ, കോടിപതികൾ. ശരി ഭായ്, നമുക്ക് നാളെ കാണാം. കുറെ നേരമായിട്ട് അവൻ എന്റെ പുറകെ തന്നെയാണ്. അതവൻ തന്നെയാ. ഓ, ഇനി എന്ത് ചെയ്യും? ചിണ്ടു മിണ്ടു, എല്ലാവരും ഒന്ന് വേഗം വന്നേ. അവനെ പിടിക്ക്, രക്ഷപ്പെടാൻ അനുവദിക്കരുത്. എവിടെ പോയി കിടക്കുവോ? ഒന്ന് വേഗം വാ. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട് നിന്റെ പെർഫോമൻസ്. നീ വിചാരിക്കുന്നുണ്ടാകും ചുമ്മാതെ എന്നെ ജയിച്ചു കളയാമെന്ന്. പക്ഷേ അത് നിന്റെ വെറും തെറ്റിദ്ധാരണയാണ്. നീ ഒരല്പം താമസിച്ചു പോയിട്ടോ. എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നു. നിങ്ങളുടെ പ്ലാൻ പോലെ എല്ലാം നടന്നുവെന്ന് സത്യം തന്നെയാണ്. പക്ഷെ നീ ഒരു കാര്യം മറന്നുപോയി. ഈ ഡോണിന്റെ പിറകിലും ഒരു കണ്ണുണ്ടെന്ന്. നിന്റെ ആ പുതിയ പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, അവരെല്ലാം പിടിക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെ നിന്റെ രത്തൻഭായ്, അയാൾ ഇപ്പോൾ ജയിലിലാണ്. നൗ ഇറ്റ്സ് യുവർ ടേൺ. പക്ഷേ ഇല്ല, അതൊരിക്കലും സംഭവിക്കില്ല. പോലീസ് നിന്നെ പിടിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞു. അവർ ഉടനെ ഇവിടെ എത്തും. ഡോൺ, നീ ജയിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട. ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. അവനെവിടെ? വരണം സർ, അവൻ ആ വലത്തെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. No, you can't do this to me. No.
ഹലോ, ആരാ സംസാരിക്കുന്നത്? ഹലോ ഡോൺ, എന്നെ മനസ്സിലായോ? എൻ്റെ പേര് ബബ്ലു. നമ്മൾ സിറ്റിയിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. ആ, ഞാൻ ഓർക്കുന്നു. നിങ്ങൾ എനിക്ക് ചെയ്ത സഹായം മറക്കാൻ പറ്റുമോ? ആ, സിറ്റിയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അത് ഞാനൊരു ചെറിയ പ്രശ്നത്തിലാണ്. മോട്ടുവാണ് പറഞ്ഞത് ഇക്കാര്യത്തിൽ നിങ്ങൾക്കാണ് എന്നെ സഹായിക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നതെന്ന്. എത്ര വിദഗ്ധമായിട്ടാണ് നിങ്ങൾ ആ ഡയമണ്ട്സ് കണ്ടുപിടിച്ചത്. നിങ്ങളുടെ ആ കഴിവാണ് എനിക്ക് വേണ്ടത്. എനിക്കെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്ത് ദീപക്കിന് വേണ്ടി. അത് മോട്ടു അല്പം കൂട്ടി പറഞ്ഞതാ. അതിരിക്കട്ടെ, എന്താ നിങ്ങളുടെ പ്രശ്നം? ആരാണ് ഈ ദീപക്? എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ഈ ദീപക്. ഹീസ് എ ബിൽഡർ. സിറ്റിയിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അയാളുടേത്, ഡയമണ്ട് ബിൽഡേഴ്സ്. അവരുടെ ഒരു ലേറ്റസ്റ്റ് പ്രോജക്റ്റാണ് ഇപ്പോൾ പ്രശ്നം. അവർ ഈ അടുത്തിടയ്ക്ക് ഒരു ബിൽഡിംഗ് പണിതു. വാട്ട് ടു സേ, റിയലി എ വണ്ടർ ഇൻ ആർക്കിടെക്ചർ. ഓ, ഡയമണ്ട് ബിൽഡേഴ്സ്, ഞാൻ കേട്ടിട്ടുണ്ട് അവരെ പറ്റി. റിയലി ബ്രില്യന്റ് പീപ്പിൾ. ആ, എന്നിട്ട്? ഇക്കാര്യം ഫോണിൽ സംസാരിച്ചാൽ ശരിയാകില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നാളെ സിറ്റിയിലേക്കൊന്ന് വരാമോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നല്ല തിരക്കിലായിരുന്നു. ചില ബിസിനസ് പ്രോബ്ലംസ്. അതെല്ലാം ഏകദേശം ശരിയാക്കി. ഇപ്പോൾ ഞാൻ ഫ്രീ ആണ്. നാളെ നമുക്ക് സിറ്റിയിൽ കാണാം. മോട്ടുവിന്റെ ഫ്രണ്ട്സ് എന്റെയും ഫ്രണ്ട്സ് ആണല്ലോ. എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ്. ഡോൺ, പുറപ്പെട്ടോ? എപ്പോൾ ഇവിടെ എത്തും? ആ, ഞാൻ ഓൺ ദ വേയാ. വഴിയിൽ ഒരു ചെറിയ ട്രാഫിക് ബ്ലോക്ക്. വൈകുന്നേരത്തേക്ക് എത്തും. ഓ, അത് ശരി. ആ, ഞാൻ എവിടെയാണ് വരേണ്ടത്? സിറ്റിയിൽ ദീപകിൻ്റെ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നേരെ അങ്ങോട്ട് വന്നാൽ മതി. ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യാം. ശരി, ഓക്കെ. ഹലോ ഡോൺ, വരൂ വരൂ. വന്നതിൽ വളരെ സന്തോഷം. ഇതാണ് എൻ്റെ സുഹൃത്ത് മിസ്റ്റർ ദീപക്. ഹലോ ഡോൺ, നൈസ് ടു മീറ്റ് യു. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ടു സീ യു ടു. ഇനി പറയൂ, എന്താണ് പ്രശ്നം? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? എല്ലാം വിശദമായി പറയാം. വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. നിങ്ങൾക്ക് എന്താ കുടിക്കാൻ എടുക്കേണ്ടത്? ഹോട്ട് ഓർ കോൾഡ്? എന്തായാലും വിരോധമില്ല. രാമു, 3 ചായ എടുക്ക്, സ്നാക്സും. ശരി, ഇനി എല്ലാം വിശദമായി പറയൂ. ബബ്ലു നിങ്ങളോട് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനൊരു ആർക്കിടെക്റ്റ് ആണ്, ഒരു ബിൽഡറും. ഡയമണ്ട് ബിൽഡേഴ്സ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. ഞങ്ങൾക്ക് ഇന്ത്യയിലും വിദേശത്തും ബ്രാഞ്ചസ് ഉണ്ട്. 6 മാസം മുമ്പാണ് ഞങ്ങളുടെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ഇനാഗ്രേഷൻ ചെയ്തത്. ഡയമണ്ട് ഹൈറ്റ്സ്, അതാണ് ആ ബിൽഡിംഗ് കോംപ്ലക്സിന്റെ പേര്. സത്യത്തിൽ ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് അത് നിർമ്മിച്ചത്. എൻ്റെ ഓഫീസും അപ്പാർട്ട്മെൻറ്റും എല്ലാം ഞാൻ അവിടെ പ്ലാൻ ചെയ്തു. എൻ്റെ അസിസ്റ്റന്റ് ഗോപാലാണ് അത് ഡിസൈൻ ചെയ്തത്. ഇറ്റ്സ് സച്ച് എ മാർവലസ് ക്രിയേഷൻ. ഈ ബിൽഡിംഗ് കോംപ്ലക്സ് വാങ്ങുവാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് പലരും എന്നെ സമീപിച്ചിരുന്നു. പക്ഷേ ഇതെൻ്റെ ഡ്രീം പ്രോജക്റ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ നോ ആയിരുന്നു ഞാൻ നൽകിയ ഉത്തരം. ഇത് ചിലർക്കൊക്കെ എന്നോട് നീരസം തോന്നുവാനും കാരണമായി. ഏകദേശം 1 മാസം മുമ്പാണെന്ന് തോന്നുന്നു അയാൾ എന്നെ കാണാൻ വന്നത്.